അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മുടിയും നഖവും നീക്കാതിരിക്കുക എന്ന കാര്യത്തിൽ വീട്ടുകാരും പങ്കാളികളാകേണ്ടതുണ്ടോ? ഒരാൾ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ചു, ഒരു ആടിനെ. ഇത്തരം സാഹചര്യത്തിൽ എല്ലാവരും മുടി, നഖം പോലുള്ളവ നീക്കാൻ പാടില്ല എന്ന നിയമത്തിന് വിധേയരാണോ? വഹാദൽ ഹുക്കും അലിൽ മുളഹി وحده دون باقي أهله ودون من وكله بذبه الأضحية ولا يحرم الشيء من ذلك على زوجته وأولاده ولا على الوكيل ولا فرق بين الرجل والمرأة في هذا الحكم. ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ച ആള് മാത്രമാണ് മുടിയോ നഖമോ നീക്കാൻ പാടില്ലാത്തത്. മറ്റു കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങൾക്ക് മുടിയോ നഖമോ നീക്കുന്നതിൽ യാതൊരുവിധ വിരോധവുമില്ല. ഭാര്യക്കും കുട്ടികൾക്കുമെല്ലാം അവർക്ക് മുടിയും നഖവുമെല്ലാം നീക്കുന്നതിൽ വിരോധമില്ല. ഇപ്രകാരം തന്നെ ഒരാളെ ഉളുഹിയ്യത്ത് അറുക്കാൻ ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്കും മുടിയോ നഖമോ നീക്കുന്നതിൽ യാതൊരുവിധ വിരോധവും ഇല്ല എന്ന് മനസ്സിലാക്കാം. സ്ത്രീയായാലും പുരുഷനായാലും ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ് മുടി, നഖം പോലുള്ളവ നീക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ വഅറാദ അഹദുകും അൻ യുദഹി ഫല്യുംസിക് അൻ ശഅരി വഅൽഫാരി. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പഠിപ്പിക്കുന്നു, ദുൽഹിജ്ജ മാസം പിറന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവർ മുടി നീക്കം ചെയ്യാതിരിക്കട്ടെ, നഖം നീക്കം ചെയ്യാതിരിക്കട്ടെ എന്ന് ഈ ഹദീത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് ഉളുഹിയ്യത്ത് അറുക്കുന്നവർക്ക് മാത്രം പ്രത്യേകമാണ്. അവരുടെ ഭാര്യ, സന്താനങ്ങൾക്ക് ഇത് ബാധകമാവുന്നില്ല എന്നുകൂടി മനസ്സിലാക്കാം. കാരണം ഹദീസിലെ പരാമർശം ഇദാ അറാദ അഹദുകും അൻ യുളഹി എന്നാണ്. അയ്യുളഹി അൻഹു എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടില്ല. അതിനാൽ തന്നെ ഭാര്യക്കോ കുട്ടികൾക്കോ മുടി, നഖം പോലുള്ളവ നീക്കുന്നതിൽ യാതൊരുവിധ വിരോധവുമില്ല. അപ്രകാരം ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും പുതിയ വസ്ത്രം ധരിക്കുന്നതിലോ സുഗന്ധം പൂശുന്നതിലോ ഒന്നും തന്നെ യാതൊരുവിധ വിരോധവുമില്ല.